പേരയ്ക്ക നമുക്കൊക്കെ വളരെയേറെ പ്രിയപ്പെട്ട ഫെമിലിയറായ ഒരു ഫ്രൂട്ടാണ്. എല്ലാ വീടുകളിലും ഒരു പേരമരം ഉണ്ടാവും, അതിൽ നിറയെ പേരയ്ക്കകളും ഉണ്ടാകും. സാധാരണ നാടൻ വെറൈറ്റി പേരയ്ക്കകളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നത്. നിറയെ കായ്ക്കുന്ന മീഡിയം സൈസ് കാകളുള്ള നല്ല പേരയ്ക്ക തന്നെയായിരുന്നു അത്. എല്ലാ ചെടികളെയും പോലെ തന്നെ പേരയ്ക്കയിലും ധാരാളം ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്ന പേർപ്പിൾ ഗ്വാവയാണ്. ഇപ്പോൾ ടെറസിൽ നിൽക്കുന്ന ഒരു തയ്യെ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കുന്നുണ്ട്. മണ്ണ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കൊക്കോപീറ്റ്, വേർമി കമ്പോസ്റ്റ്, കുറച്ച് സാൻഡ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കി. വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കട്ടയായിട്ടുള്ളതിനെയൊക്കെ ഉടച്ച് നല്ല ഭംഗിയായിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സിനായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ ഉണ്ടല്ലോ, കൂടുതൽ ബയോ കമ്പോസ്റ്റുകൾ അതിൽ ചേർന്നിരിക്കണം ആ മണ്ണിൽ. അപ്പോഴാണ് കൂടുതൽ ഫ്രൂട്ട്സൊക്കെ അതിൽ ആ ചെടിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോട്ടിംഗ് മിക്സ് വേണം റെഡിയാക്കി എടുക്കാൻ. അത് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കത് ടെറസിലേക്ക് കൊണ്ടുപോയിട്ട് നടണം, റീപോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്കൊരു പോട്ട് വെച്ചു. അതിൽ നല്ലൊരു ഡ്രെയിനേജിൻ്റെ ഫെസിലിറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ആ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 7-8 ഹോൾസ് ഇട്ടിട്ടുണ്ട്. വെള്ളം നല്ല രീതിക്ക് വാർന്നു പോകണമല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെള്ളം വാർന്നു പോയില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നട്ടിട്ട് ഒരു കാര്യമില്ല, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീത്തയായി പോകും. അപ്പോൾ നല്ലതുപോലെ ഹോളിട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിൽ കുറേ കല്ലുകളും വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള സ്പേസ് കിട്ടുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഇടുക. തെർമോക്കോളിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ഉണങ്ങിയ ഇലകളിട്ടു. ഇലകളെപ്പോഴും ബയോ കമ്പോസ്റ്റുകളാണ്, നല്ലതാണത്. മാത്രവുമല്ല പോട്ടിന് വെയിറ്റ് കുറയുകയും ചെയ്യും. മീൻസ് പോട്ടിംഗ് മിക്സ് അതിൽ കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. അത്രയും ഈ താഴെ മുതലേ കല്ലിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് മണ്ണിടണ്ട, കുറച്ച് ഇല ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ ഒരു തിൻ ലെയർ ഇടുക. എന്നിട്ട് വേണം നമ്മൾ ആ പ്ലാന്റിനെ അതിലേക്ക് നടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു എന്താണ് പറയേണ്ടത്, ക്വാർട്ടർ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പ്ലാന്റിനെയാണ് അതിൽ വെക്കേണ്ടത്. പ്ലാന്റ് വെച്ച ശേഷമാണ് ബാക്കി പോട്ടിംഗ് മിക്സും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഫഞ്ചി സൈഡും കൂടെ അതിൻ്റെ കുറച്ച് തൂവി കൊടുക്കാം. സാഫാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയാണ് നമുക്ക് പ്ലാന്റിനെ ഇളക്കി മാറ്റിയെടുക്കേണ്ടത്. പഴയ ഒരു പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മണ്ണൊക്കെ കുറച്ച് പഴയതായല്ലോ, അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം തീർന്നിട്ടുണ്ടാവും. ആ ചെടി എത്ര നാളുകൊണ്ട് ആ ഒരു മണ്ണിലാണ് നിൽക്കുന്നത്, അതിന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. നല്ലതുപോലെയുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ കിട്ടിയാലല്ലേ അതിന് വീണ്ടും നല്ലതുപോലെ വളരാനും കായ്കൾ തരാനും കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി എങ്ങനെയാണ് കായ്ക്കുക? നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളതിനെ മാറ്റി നല്ലൊരു മണ്ണിലേക്ക് മാറ്റി നടണം. കുറച്ച് ദിവസം അതിലങ്ങനെ നിന്നിട്ട് അതിന് നല്ല ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ വരും. അപ്പോഴാണല്ലോ അതിൽ പുതിയ തളിർപ്പുകളും കായ്കളും ഒക്കെ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പതുക്കെ, ആ പഴയ പോട്ടിൽ നിന്ന് പതുക്കെ അതിനെ ഒന്ന് വിടുവിച്ചെടുക്കണം. അതിൻ്റെ വേരുകൾക്കൊന്നും വലിയ ദോഷമൊന്നും വരാതെ പതുക്കെ നമുക്ക് എടുക്കാം. ഏകദേശം ഒരു വലിയ പോട്ട് തന്നെ ആയിരുന്നു അതെങ്കിലും അതിലുള്ള മണ്ണ് പഴയതായല്ലോ. അപ്പം നമുക്ക് ഇനി ഒരു പുതിയ മിക്സറിലേക്കൊക്കെ, പോട്ടിംഗ് മിക്സറിലേക്ക് നമുക്ക് ഈ ചെടിയെ മാറ്റി നടാം. അപ്പോൾ ആ ചെടി പോലും അറിയാതെ നമ്മൾ പതുക്കെ എടുക്കുകയാണ്. അതിൻ്റെ വേരുകൾ ചെറിയതായിട്ട് വേരിനൊന്നും ഇളക്കം തട്ടിയിട്ടൊന്നും വലിയ പ്രശ്നമില്ല. എങ്കിലും വലുതായ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ പതുക്കെ അതിനെ ഇളക്കി മാറ്റിയെടുക്കണം. ആ ചെടി ഒന്നും അറിയാതെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. എടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ മൂട്ടിലുള്ള മണ്ണിനെയൊക്കെ കുറച്ച് ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ആ ചെടി പതുക്കെ ഇളക്കിയെടുക്കണം. നല്ല ഹൈറ്റായി ഈ പ്ലാന്റിന് കേട്ടോ. ഒത്തിരി നാളായി, എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാനിത് നട്ടിട്ട്. 2-3 തവണ അത് കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് അതിനെ ഇപ്പോൾ ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു.
വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇളക്കിയെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ മൂട്ടിൽ അതിൻ്റേതായ ഒരു പഴയ മണ്ണുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അതതിന് വേണം. അതും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിലേ അത് പെട്ടെന്ന് ചീത്തയായി പോവും, ചെടി കരിഞ്ഞു പോവും, വാടിപ്പോവും. അതുകൊണ്ട് അതങ്ങനെ അനക്കാതെ വെച്ചിട്ട് നമുക്ക് ഈ പോട്ടിലെടുത്ത് വെച്ചിട്ട് പുതിയ മിക്സർ അതിനിട്ട് കൊടുക്കാം. എടുത്ത് വെച്ച ശേഷം നമുക്ക് ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ലൊരു പോട്ടിംഗ് മിക്സ് ഉണ്ട്. വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഫെർട്ടൈലായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പർപ്പിൾ ഗോവയ്ക്ക് പുതിയൊരു പോട്ടിംഗ് മിക്സ് ഉണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഫെർട്ടൈലായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സാണ്. ഇനി നല്ല കായകളൊക്കെ അതിൽ വരും, നല്ല റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. കുറച്ചുകൂടി പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം 3/4 ലെവൽ വരെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയും വെർമി കമ്പോസ്റ്റും കുറച്ച് എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഒരു 2 പിടിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല കായ്കളും അതിന് കിട്ടും. നമുക്ക് നല്ല ഫെർട്ടൈലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ അതിന് വളരാനായിട്ട് കഴിയും. നമ്മുടെ ഈ പേർപ്പിൾ ഗോവ ട്രീ ഉണ്ടല്ലോ, അത് ട്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷ്രബാണത്. അത്ര വലിയ സൈസിനൊന്നും വളരുന്നതല്ല, ഒരു മീഡിയം സൈസിലുള്ളൊരു ഷ്രബാണ്. അതിൻ്റെ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ ലീഫിൻ്റെ കളർ. ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ലീഫ് തന്നെയാണ് അതിനുള്ള, ഗ്രീൻ ലീഫ് അല്ല അതിന്. നല്ല ഗ്രീനായിട്ടുള്ള ലീഫേ അല്ല, ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ലീഫാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഉണങ്ങിയതുപോലെയൊക്കെ തോന്നും അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ അതിൻ്റെ ഫ്രൂട്ടാണെങ്കിലും വലിയ സൈസൊന്നുമില്ല, പക്ഷേ അത് മുറിച്ച് കഴിഞ്ഞാൽ അകത്ത് നല്ല കളർ കോമ്പിനേഷനൊക്കെയാണ്. ആ സീഡൊക്കെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഷേപ്പിലാണ് അതിൻ്റെ സീഡ്സൊക്കെ അതിൻ്റെ അകത്തുള്ളത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നല്ല മധുരമുള്ള പേരയ്ക്കയാണ്. റീപോട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. സയൻറ്റിഫിക് നെയിം CDM ഗോയാവ എന്നാണ്. റിപ്പോർട്ട് ചെയ്ത ശേഷം അതിൽ കായ്കൾ വന്നിട്ടുള്ളതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇതിൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് വാച്ച് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉപയോഗപ്പെടുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.